എല്ലാവർക്കും ടോപ്പ് സീക്രട്ട് ബൈ കൺമണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിത് വന്നിട്ടുള്ളത് പത്തരമാറ്റ സീരിയലിന്റെ വരാൻ പോകുന്ന അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂമായിട്ടാണ്. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിലേ ഇനി വരാൻ പോകുന്ന അടിപൊളി എപ്പിസോഡുകൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അനി നന്ദുവിനെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്താണ് അനാമിക ആ വഴി പോകുന്നത്. അനാമിക അനിയെ കാണുമ്പോൾ അവിടെ വണ്ടി നിർത്തി ഇറങ്ങുന്നുണ്ട്. ശേഷം അനിയോട് പറയുന്നുണ്ട്, നീ എന്താടാ, നീ മറ്റേ നിന്റെ കാമുകയെ കാത്ത് നിൽക്കുകയായിരിക്കല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അനി പറയുന്നുണ്ട്, നിനക്കതിന് എന്ത് വേണം, നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നത്, നിനക്ക് നിന്റെ കാര്യം നോക്കി പോയാൽ പോരെ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അനാമിക പറയുന്നുണ്ട്, അങ്ങനെ എൻ്റെ കാര്യം നോക്കി പോവാൻ സമയമായിട്ടില്ലല്ലോ, എനിക്ക് കിട്ടാനുള്ളതൊന്നും ഇതുവരെയും കിട്ടിയിട്ടില്ല, എനിക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടിയിട്ടല്ലാതെ നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് അനാമിക. അനി പറയുന്നുണ്ട്, എൻ്റെ കയ്യിൽ നിന്ന് ഒരു ചില്ലി കാശ് പോലും കിട്ടുമെന്ന് നീ വിചാരിക്കേണ്ടടി, അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല, നിന്റെ ഈ സ്വഭാവത്തിന് നിനക്ക് ഞാൻ ഒന്നും തരാൻ പോകുന്നില്ല, നിനക്ക് എൻ്റെ കയ്യിൽ നിന്ന് ഒന്നും കിട്ടുമെന്ന് നീ പ്രതീക്ഷിക്കേണ്ട എന്ന് പറയാണ്. എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചെടുക്കാനുള്ള വഴിയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാടാ. എന്നെ നീ ഡൈവോഴ്സ് ചെയ്യാൻ പോവല്ലേ, അങ്ങനെ ഡിവോഴ്സ് ചെയ്തതിന് ശേഷം എനിക്ക് എന്തായാലും നീ നഷ്ടപരിഹാരം തരേണ്ടി വരും. ഞാനായിട്ട് ഡൈവോഴ്സിന് മുന്നിട്ടിറങ്ങല്ലോ, നീയാണ് ഈ ഡിവോഴ്സ് എന്തായാലും വേണമെന്ന് പറഞ്ഞ് നടക്കുന്നത്. അതുകൊണ്ട് നീ എനിക്ക് നഷ്ടപരിഹാരം എന്തായാലും തരേണ്ടി വരും. അന്ന് നീ പ്രതീക്ഷിക്കാത്ത അത്രയും വലിയ തുകയായിരിക്കും ഞാൻ നിന്നിൽ നിന്ന് നഷ്ടപരിഹാരമായിട്ട് വാങ്ങിക്കാൻ പോകുന്നത് എന്ന് പറയാണ്. പിന്നെ നീ നോക്കിയിരുന്നോ, നിനക്കത് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഞാൻ വാങ്ങിച്ചെടുക്കുക തന്നെ ചെയ്യും. പിന്നെ നിനക്ക് നന്ദുവിനെ കല്യാണം കഴിക്കണമെന്നല്ലേ ഏറ്റവും വലിയ ആഗ്രഹം. ആ ആഗ്രഹം നടക്കണമെങ്കിലും നമ്മൾ തമ്മിലുള്ള ഡിവോഴ്സ് നടന്നിരിക്കണം. അപ്പം നീ എനിക്ക് എന്തായാലും എനിക്ക് ആഗ്രഹിക്കുന്ന അത്രയും പണം നഷ്ടപരിഹാരം തരിക തന്നെ ചെയ്യും എന്നൊക്കെ പറയാണ്. നീ ഇപ്പോൾ എന്നെ ശല്യം ചെയ്യാതെ പോകുന്നതാണ് നിനക്ക് നല്ലത്, ഇല്ലെങ്കിൽ നിന്റെ മുഖം ഞാൻ അടിച്ചു പൊട്ടിക്കും എന്ന് പറയുന്നുണ്ട് അനി. പിന്നെ നീ എന്നെ ഒരു തവണ അടിച്ചതിൻ്റെ ക്ഷീണം നിനക്ക് ഇപ്പോഴും മാറിയിട്ടുണ്ടാവില്ല, എന്നിട്ടാണ് നീ വീണ്ടും എന്നെ അടിക്കാൻ പോകുന്നത് എന്ന് പറയുന്നുണ്ട് അനാമിക. ആ സമയത്താണ് സ്റ്റെഫിൻ അങ്ങോട്ടേക്ക് വരുന്നത്. അനാമികയുടെ ഈ കാമുകനായിട്ടുള്ള സ്റ്റെഫിൻ വരുമ്പോൾ അനി പറയുന്നുണ്ട്, ദേ വന്നിരിക്കുന്നു നിന്നെ കാമുകൻ, ഇവന് വേണ്ടിയിട്ടല്ലേ നീ ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്തു കൂട്ടിയത് എന്ന് പറയുന്നുണ്ട്. അതെ, അവന് വേണ്ടി തന്നെയാ, നീ വിചാരിക്കുന്ന പോലെ നിന്നെ പോലെ ഒരു കോന്തനൊന്നും അല്ല അവൻ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അനാമികയും അനിയും തമ്മിൽ വഴക്കിട്ടോണ്ടിരിക്കുന്ന സമയത്താണ് നന്ദു അങ്ങോട്ടേക്ക് വരുന്നത്. നന്ദു വരുന്നത് കാണുമ്പോൾ അനാമിക പറയുന്നുണ്ട്, നിന്റെ കാമുകി അതാ വന്നിരിക്കുന്നു, ഇവക്ക് വേണ്ടിയിട്ടല്ലേ നീ ഇവിടെ കാത്തു നിന്നിരുന്നത് എന്ന് പറയാണ്. ഞങ്ങളുടെ കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ ഞങ്ങൾ നോക്കിക്കോളാം, അതിൽ നീ വെറുതെ തലയിടാൻ വരണ്ട, നീ ഒന്ന് പോകുന്നുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദുവിനെയും വിളിച്ചുകൊണ്ട് പോരുന്നുണ്ട് അനി. അനിയും നന്ദുവും പോയ സമയത്ത് സ്റ്റെഫിനും അനാമികയും കൂടി പറയുന്നുണ്ട്, ഇവന്റെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും പണം അടിച്ചെടുക്കണം, അതിന് ഞങ്ങളുടെ ഡൈവോഴ്സ് എത്രയും പെട്ടെന്ന് നടന്നാലേ പറ്റുള്ളൂ എന്ന് പറയാണ്. സ്റ്റെഫിൻ പറയുന്നുണ്ട്, അത് നീ എത്രയും പെട്ടെന്ന് അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ നോക്കണം, എങ്കിലേ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങളെല്ലാം നടക്കുകയുള്ളൂ. അതോ ഇനി കാശെല്ലാം കിട്ടിക്കഴിയുമ്പോൾ നീ എന്നെ ഇട്ടിട്ട് പോവോ എന്ന് ചോദിക്കുന്നുണ്ട് സ്റ്റെഫിൻ. അനാമിക പറയുന്നുണ്ട്, അങ്ങനെ ഇട്ടിട്ട് പോവാനാണോ ഞാൻ ആ അനന്തപുരിയിൽ നിന്ന് ഇറങ്ങിയത്, നിനക്കും കൂടി വേണ്ടിയിട്ടല്ലേ, നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ എന്ന് പറയാണ്. അതൊക്കെ ശരി തന്നെ എന്ന് പറയുന്നുണ്ട് സ്റ്റെഫിൻ ആ സമയത്ത് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, പിന്നെ കാശ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യം മുങ്ങും, ആർക്കും വേണ്ടാത്ത നിന്നെ എന്തിനാ, എനിക്ക് കാശൊന്ന് കിട്ടിക്കോട്ടെ എന്ന് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് സ്റ്റെഫിൻ. അനാമിക പറയുന്നുണ്ട്, എന്നാൽ നമുക്ക് പോയാലോ എന്ന് പറയാണ്. ശരി പോവാമെന്ന് പറഞ്ഞ് രണ്ടുപേരും പോകുന്നുണ്ട്. ഇതേ സമയം ജലജയും അഭിയും ഒരുപാട് സന്തോഷത്തിലാണ് ഉള്ളത്. ആദർശ് ജയിലിലാണെന്ന് ഇപ്പോഴും വിശ്വസിച്ചോണ്ടിരിക്കുകയാണ് അഭിയും ജലജയും. അഭി പറയുന്നുണ്ട്, അമ്മേ ആദർശേട്ടൻ ജയിലിലായിട്ട് പോലും ഇപ്പോഴും എന്താ ഈ നയനയ്ക്കും അവരുടെ അമ്മയ്ക്കൊന്നും ഒരു സങ്കടവും ഇല്ലാത്തത്? കുറച്ച് ദിവസം അവര് കരഞ്ഞ് നിലവിളിച്ചാണല്ലോ ഇരുന്നിരുന്നത്, എന്നാൽ ഇപ്പൊ നോക്ക് അവർക്ക് ഒരു കുഴപ്പവും, നല്ല ഹാപ്പി ആയിട്ടല്ലേ ഇരിക്കുന്നത്, ഇതിൽ എന്തോ ഒരു കളിയില്ലേ എന്ന് ചോദിക്കുകയാണ്. എന്ത് കളിയാടാ,
ഇപ്പോൾ നയനയുടെ മുഖത്തുള്ള സന്തോഷത്തിന് കാരണം ചിലപ്പോൾ മുത്തശ്ശനായിരിക്കും. മുത്തശ്ശൻ പറഞ്ഞിട്ടുണ്ടാവും ആദർശിന് ഒരു കുഴപ്പമില്ല, അവനെ ജയിലിൽ നിന്ന് ഇറക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും അവളുടെ മുഖത്ത് ഇത്രയും സന്തോഷം. അവളും അത് വിശ്വസിച്ചിട്ടുണ്ടാവും. കാരണം മുത്തശ്ശന് ഒരുപാട് ആളുകളുമായിട്ട് പിടിപാടൊക്കെ ഉള്ളതല്ലേ. അതുകൊണ്ട് അവൾ അത് വിശ്വസിച്ച് കാണും. അതായിരിക്കും അവളെ മൊത്തം ഇത്രയും സന്തോഷം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ആദർശിന് ഒരു കുഴപ്പമില്ല, ജയിലിൽ നിന്ന് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നും ഇവർ രണ്ടുപേരും അറിയുന്നില്ല. ഇതേ സമയം മുത്തശ്ശിയും മുത്തശ്ശനും പറയുന്നുണ്ട്, നമ്മൾ ആദർശിനും നയനയ്ക്കും എപ്പോഴും സങ്കടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പൊ കണ്ടില്ലേ, അവർക്കൊരു കുഞ്ഞുണ്ടാവാൻ പോവുകയാണ്. എന്നിട്ടും കൂടി എത്രയാണ് ആ മോള് വിഷമിച്ചത്. ആദർശ് ജയിലിലാണെന്ന് വിചാരിച്ച് ഒരുപാട് വിഷമിച്ചിരിക്കുകയായിരുന്നില്ലേ, പാവം എന്നെല്ലാം പറയാണ് മുത്തശ്ശി പറയുന്നുണ്ട്, അതെന്നെ എന്നാൽ ഇപ്പോൾ ആദർശ് തിരിച്ചു വന്നതുകൊണ്ട് അവളുടെ മുഖത്ത് ആ സന്തോഷം തിരിച്ചു വന്നു. ഒരു ഗർഭിണി ഒരിക്കലും വിഷമിച്ചിരിക്കാൻ പാടില്ല. ദൈവം അനുഗ്രഹിച്ച് അതെല്ലാം പെട്ടെന്ന് തന്നെ സോൾവായി. പക്ഷേ അഭിയും ജലജയും ഇപ്പോഴും ആദർശ് ജയിലിലാണെന്ന് വിചാരിച്ച് സന്തോഷത്തോടെ ആർത്തുല്ലസിച്ചാണ് നടക്കുന്നത് എന്ന് പറയാണ്. അവരൊന്നും ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല. അവരുടെ കാര്യം നമ്മൾ നോക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറയുന്നുണ്ട് മുത്തശ്ശൻ. ഇതേ സമയം നവ്യ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നവ്യ മുത്തശ്ശനോട് ചോദിക്കുന്നുണ്ട്, അതെ ആദർശേട്ടൻ്റെ കാര്യം എന്തായി? ആദർശേട്ടൻ ജയിലിൽ നിന്ന് ഇറങ്ങാറായോ എന്ന് ചോദിക്കുകയാണ്. അതൊക്കെ നീ എന്തിനാ ഇപ്പം അന്വേഷിക്കുന്നത്? അവനിപ്പോൾ കുഴപ്പമൊന്നുമില്ല, അവനെ എത്രയും പെട്ടെന്ന് ജയിലിൽ നിന്ന് ഇറങ്ങുന്നു മുത്തശ്ശൻ കള്ളം പറയുന്നുണ്ട്. ആദർശ് വീട്ടിലുള്ള കാര്യം അവരാരും തന്നെ നവ്യയോട് പറയുന്നില്ല. നവ്യ പറയുന്നുണ്ട്, അഭിയാണ് ഏറ്റവും വലിയ കള്ളൻ എന്നൊക്കെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഇപ്പം എന്തായി? ആദർശേട്ടനല്ലേ ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത്. അഭി ഒരു 2 ദിവസം ജയിലിൽ കിടന്നപ്പോൾ ഇവിടെ എന്തായിരുന്നു എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്? അഭി ഈ കുടുംബത്തിൻ്റെ മാനം കളഞ്ഞു, ആണ് ഏറ്റവും വലിയ ഫ്രോഡ് എന്നുള്ള രീതിയിലല്ലേ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം എങ്ങനെയുണ്ട്? ആദർശേട്ടൻ ഇപ്പം ജയിലിലല്ലേ കിടക്കുന്നത്. അപ്പോഴെന്താ ഈ കുടുംബത്തിൻ്റെ അഭിമാനമൊന്നും പോവില്ലേ എന്നെല്ലാം ചോദിക്കുകയാണ്. നിന്റെ ഭർത്താവിൻ്റെ പോലെ കട്ടിട്ടോ മോഷ്ടിച്ചിട്ടൊന്നുമല്ല അവൻ ജയിലിൽ പോയത്. അവൻ അവിടെ ഓരോരുത്തർ കുടുക്കി കളഞ്ഞതാണ് എന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പോൾ അത്രയും പറഞ്ഞാൽ മതിയല്ലോ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട് നവ്യ. ഇതേ സമയം മുത്തശ്ശൻ പറയുന്നുണ്ട്, കണ്ടില്ലേ അവളുടെ മനസ്സിൽ ഇപ്പോഴും എത്ര ദേഷ്യവും എത്ര വിഷമാണെന്ന് നോക്ക്. ആദർശ് ജയിലിലാണെന്ന് പറഞ്ഞിട്ട് അവൾ സന്തോഷിച്ചിട്ടാണ് നടക്കുന്നത് എന്ന് പറയുന്നുണ്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, നമ്മൾ ആദ്യം തീരുമാനിച്ച പോലെ തന്നെ ഈ കുടുംബത്തിൻ്റെ പരമ്പരാഗതമായിട്ട് കൈമാറി വരുന്ന ആ ആഭരണങ്ങളെല്ലാം നമുക്ക് നയനമോളുടെ കയ്യിൽ തന്നെ ഏൽപ്പിക്കണം. ഇത്രയും നാളും ഈ വീട്ടിൽ പ്രശ്നങ്ങളായതുകൊണ്ട് നമ്മൾ അത് വൈകിപ്പിച്ചു പോയി. പക്ഷേ ഇനി അത് വേണ്ട, നമുക്കത് എത്രയും പെട്ടെന്ന് നയനമോളുടെ കയ്യിൽ ഏൽപ്പിക്കണം എന്ന് പറയുന്നുണ്ട്. അതെ, അത് തന്നെയാണ് എൻ്റെയും തീരുമാനം. എത്രയും പെട്ടെന്ന് അത് മോളുടെ കയ്യിൽ ഏൽപ്പിക്കണം. അവളത് ഭദ്രമായി നോക്കിക്കോളും. സ്വർണത്തിനോടോ ആഭരണങ്ങളോടോ ഒന്നും തന്നെ ഒട്ടും ആഗ്രഹമില്ലാത്തവളാണ് നയനമോള്. അതുകൊണ്ട് തന്നെ നയൻ അത് നന്നായിട്ട് സൂക്ഷിക്കുകയും ചെയ്യും എന്ന് പറയുന്നുണ്ട്. ആദ്യം ദേവയാനിയോട് നമുക്കിതിനെക്കുറിച്ച് സംസാരിക്കണം. അവളുടെ മരുമകൾക്ക് അത് കൊടുക്കുന്നതിനെ കുറിച്ച് അവളുടെ അഭിപ്രായം എന്താണെന്ന് അറിയണം. എന്തായാലും അത് നമ്മൾ നയനമോൾക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ. കാരണം അവളെപ്പോലെ അത് സൂക്ഷിക്കാൻ അർഹതയുള്ള ഒരാൾ ഈ കുടുംബത്തിൽ വേറെ ആരും തന്നെ ഇല്ല എന്നെല്ലാം പറയുകയാണ്. ഒട്ടും അസൂയോ കുശുമ്പോ ദേഷ്യം വൈരാഗ്യം അതൊന്നും ഇല്ലാത്ത ഒരാൾ വേണം ഇത്രയും പവിത്രമായിട്ടുള്ള ഈ പരമ്പരാഗതമായി കൈമാറി വരുന്ന ഈ ഒരു ആഭരണം സൂക്ഷിക്കാൻ. അതുകൊണ്ട് അതെന്തുകൊണ്ടും നയനമോൾ തന്നെയാണ് ഇതിന് അർഹതയുള്ളവള് എന്ന് പറയാണ് മുത്തശ്ശൻ. ശേഷം ദേവയാനിയോട് ഈ കാര്യങ്ങളെല്ലാം തന്നെ മുത്തശ്ശൻ പറയുന്നുണ്ട്. നയനമോളുടെ കയ്യിൽ നമ്മൾ പരമ്പരാഗതമായിട്ടുള്ള ആഭരണം നൽകാമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. എന്താന്ന് എൻ്റെ അഭിപ്രായം എന്ന് ചോദിക്കുകയാണ്. ദേവയാനി പറയുന്നുണ്ട്, അതെനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. എൻ്റെ മരുമകൾക്ക് അത് നൽകുക എന്ന് പറയുമ്പോൾ എനിക്ക് അത്രയും സന്തോഷമാണ്. പിന്നെ ഇപ്പോൾ അവൾ ഗർഭിണിയായി ഇരിക്കുകയല്ലേ, ഈ സമയം തന്നെയാണ് ഏറ്റവും നല്ലത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നയനയുടെ കയ്യിൽ ആ ആഭരണങ്ങളെല്ലാം തന്നെ മുത്തശ്ശനും മുത്തശ്ശിയും ഏൽപ്പിക്കുന്നുണ്ട്. ഇത് ഏൽപ്പിക്കുന്ന സമയത്ത് ജലജ ഈ കാര്യങ്ങളെല്ലാം അറിയുമ്പോൾ ഒരുപാട് ഷോക്കായി പോകുന്നുണ്ട്. ഇതെന്തിനാ ഇവളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ജലജ. പിന്നെ ഇത് എന്തുകൊണ്ടും നയനമോൾ തന്നെയാണ് ഇത് സൂക്ഷിക്കാൻ അർഹതയുള്ള ഒരാൾ എന്ന് പറയുമ്പോൾ ജലജ പറയുന്നുണ്ട്, അതെന്താ എൻ്റെ മരുമകൾക്ക് അതിന് അർഹതയില്ലേ എന്ന് ചോദിക്കുകയാണ്. എൻ്റെ മരുമകളുടെ പോലെ അല്ലല്ലോ നയനമോള്, അവള് ഒട്ടും
ഒട്ടും തന്നെ സ്വർണത്തിനോടോ ആഭരണങ്ങളോടോ ഒന്നും തന്നെ ഒട്ടും ആഗ്രഹമില്ലാത്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെ അവളാണ് ഏറ്റവും അർഹതയുള്ള ഒരാൾ. പിന്നെ ഇപ്പോൾ നയനമോള് ഗർഭിണിയായിട്ട് ഇരിക്കുകയല്ലേ, ഇതാണ് ഏറ്റവും നല്ല സമയവും എന്ന് പറയുമ്പോൾ ജലജ പറയുന്നുണ്ട്, അല്ലെങ്കിലും എപ്പോഴും അച്ഛൻ എന്ത് കാര്യത്തിനും നയനെയും ആദർശനെയുമാണ് സപ്പോർട്ട് ചെയ്യുന്നതും എല്ലാം അവർക്കാണ് കൊടുക്കുന്നതും എന്ന് പറയുന്നുണ്ട്. ഇതങ്ങനെ ഈ കുടുംബത്തിന്റെ സ്വത്താണ്. ഇതിനി വരും തലമുറകൾക്കെല്ലാം കൈമാറി കൊടുക്കാനുള്ളതാണ്. ഇത് ആരുടെയും കയ്യിൽ സ്ഥിരമായിട്ട് ഇരിക്കില്ല. ഇനി വരാൻ പോകുന്ന തലമുറയ്ക്ക് നയനമോളാണ് ഇത് കൈമാറേണ്ടത് എന്ന് പറയുന്നുണ്ട്. ജലജ പറയുന്നുണ്ട്, ഓ അല്ലെങ്കിലും നയനയ്ക്കാണല്ലോ ഇവിടെ എന്തിനും സ്ഥാനം എന്നൊക്കെ പറയാണ്. അതൊന്നും മെയിൻഡ് ചെയ്യാതെ മുത്തശ്ശനും മുത്തശ്ശിയും ആ സ്വത്തുക്കളെല്ലാം തന്നെ നയനയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. നയന പറയുന്നുണ്ട്, എന്തിനാ മുത്തശ്ശ ഇതിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നത്, ഇതിന് ഏറ്റവും അർഹ അമ്മയല്ലേ, അമ്മയുടെ കയ്യിൽ കൊടുത്താൽ മതി എന്ന് പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അല്ല മോളെ, ഇത് നിന്റെ കയ്യിലിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്, നിനക്ക് തന്നെയാണ് ഇതിന് അർഹതയുള്ളതും, നീ ഇത് ഭദ്രമായി സൂക്ഷിക്കണം, ഇനി വരാൻ പോകുന്ന തലമുറകൾക്ക് നീ ആയിരിക്കണം ഇത് കൈമാറി കൊടുക്കേണ്ടത് എന്നെല്ലാം പറയാണ്. മോളെ, ഞാൻ പ്രത്യേകം പറയാണ്, ഒരുപാട് കോടിക്കണക്കിന് വില മതിക്കുന്ന ഒരു ആഭരണമാണിത്. ഇത് അത്രയും സൂക്ഷിച്ചു വേണം നീ വെക്കാൻ. ഇത്രയും നാള് ഇത് എൻ്റെ കയ്യിൽ ഭദ്രമായിട്ടിരുന്നു, അതുപോലെ തന്നെ നിന്റെ കയ്യിലും ഭദ്രമായിട്ട് ഇരിക്കണം എന്നെല്ലാം പറയുന്നുണ്ട് മുത്തശ്ശി. നയന പറയുന്നുണ്ട്, ഇത് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാ, അമ്മയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നതല്ലേ നല്ലത് എന്ന് പറയുമ്പോൾ, അല്ല, ഇത് നീ തന്നെയാണ് സൂക്ഷിക്കേണ്ടത് എന്ന് പറഞ്ഞ് നയനയുടെ കയ്യിൽ ആ ആഭരണം കൊടുക്കുന്നുണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും. ഇതൊന്നും തന്നെ ജലജയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ജലജ അബിയോട് പറയുന്നുണ്ട്, ആഭരണത്തിനെ കുറിച്ച് നിനക്ക് വല്ലതും അറിയോ, എന്താ അമ്മേ, എന്താ ആഭരണത്തിന് ഇത്രയും വലിയ മഹത്വമുള്ളത് എന്ന് ചോദിക്കുമ്പോൾ ജലജ പറയുന്നുണ്ട്, ആ ആഭരണം പരമ്പരാഗതമായിട്ട് കൈമാറി വരുന്നതാ, കോടിക്കണക്കിന് വിലമതിക്കുന്ന ഒരു ആഭരണമാണത്. അത് ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ അതിനിപ്പോൾ മൂല്യമുണ്ട്. അതുകൊണ്ട് തന്നെ അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഏറ്റവും വലിയ കോടീശ്വരന്മാരാവാൻ കഴിയും. അത്രയും വിലമതിക്കുന്ന ഒരു ആഭരണമാണത് എന്ന് പറയാണ്. എന്നിട്ട് അത് കൊടുത്തത് ആ നയനയുടെ കയ്യിലല്ലേ എന്ന് പറയുന്നുണ്ട് അബി. അതിനെന്താ, നമുക്കത് എങ്ങനെയെങ്കിലും അടിച്ചു മാറ്റണം, ആരും അറിയാതെ അത് നമ്മൾ അടിച്ചു മാറ്റി നമ്മളത് കൊണ്ടുപോയി വിൽക്കും എന്ന് പറയാണ്. ആ അമ്മയൊന്നും മിണ്ടാതിരുന്നേ, അതൊന്നും നടക്കാൻ പോകുന്നില്ല, അതെങ്ങനെ കിട്ടാനാ എന്നെല്ലാം പറയുമ്പോൾ ജലജ പറയുന്നുണ്ട്, അതെങ്ങനെയും നമുക്ക് തപ്പിയെടുക്കണം, അവൾ എവിടെയാണ് വെക്കുന്നത് എന്നൊക്കെ നമ്മൾ നേരെ നോക്കണം എന്നെല്ലാം പറയാണ്. അബി പറയുന്നുണ്ട്, എല്ലാ പ്രശ്നവുമാവും അമ്മേ, നമ്മളിനി അത് തപ്പിപ്പിടിച്ച് എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ എന്ന് പറയാണ്. പ്രശ്നമൊന്നും ഉണ്ടാവില്ലടാ, അതെങ്ങനെയും കൈക്കലാക്കിയ പിന്നെ ഇവരുടെ മുന്നിലൊന്നും കൈ നീട്ടി നിൽക്കേണ്ട അവസ്ഥ നമുക്ക് ആർക്കും വരില്ല, നമ്മളായിരിക്കും ഏറ്റവും വലിയ കോടീശ്വരന്മാരെ എന്ന് പറയാണ്. അങ്ങനെ അബിയുടെയും ജലജയുടെയും കണ്ണ് ആ ആഭരണത്തിൽ പതിഞ്ഞിരിക്കുകയാണ്. മുത്തശ്ശൻ നയനയോട് പറയുന്നുണ്ട്, മോളെ, ഈ ആഭരണത്തിനെ കുറിച്ച് നിനക്ക് സത്യം പറഞ്ഞാൽ ഒന്നും അറിയില്ല, പക്ഷേ നീ അറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഈ ആഭരണം ഒരാളുടെയും കയ്യിൽ നീ കൊടുക്കരുത്, അത്രയും ഭദ്രമായിട്ട് വേണം ഇത് സൂക്ഷിക്കാൻ, ഇത് ഒരിക്കലും നഷ്ടമായി പോവാൻ പാടില്ല, ഈ കുടുംബത്തിൻ്റെ പരമ്പരാഗതമായിട്ടുള്ള ഒരു ആഭരണമാണിത്, ഇതിന് അത്രയും മഹത്വമുണ്ട്, നീ നന്നായി ഇത് സൂക്ഷിക്കണം. പിന്നെ അറിയാലോ, ഈ വീട്ടിൽ തന്നെ ഒരുപാട് കള്ളന്മാരും കള്ളികളും ഉള്ളതാണ്, അവരുടെ ഒന്നും കയ്യിൽ ഇത് ഒരിക്കലും പെടാൻ പാടില്ല, അങ്ങനെ എങ്ങാനും ഉണ്ടായ ഈ ആഭരണത്തിൻ്റെ മൂല്യം നഷ്ടപ്പെടും എന്നെല്ലാം പറയുന്നുണ്ട് മുത്തശ്ശൻ. നയന പറയുന്നുണ്ട്, ഞാൻ നന്നായിട്ട് നോക്കിക്കോളാം മുത്തശ്ശ, ഈ ആഭരണം ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കാൻ ഞാൻ അത്രയും ശ്രദ്ധിച്ചോളാം എന്നെല്ലാം പറയാണ്. ഇക്കാര്യങ്ങളൊന്നും നവ്യയ്ക്കും തീരെ ഇഷ്ടപ്പെടുന്നില്ല. നവ്യ മുത്തച്ഛനോട് പറയുന്നുണ്ട്, കണ്ടോ, ഇപ്പോഴും നിങ്ങളെല്ലാവരും കൂടി കാണിക്കുന്നത് പക്ഷാഭേദം കാണിക്കുകയല്ലേ, എന്തിനാ ഇപ്പോൾ അത് അവളുടെ കയ്യിൽ കൊടുത്തത്, ഞാനെന്താ ഈ വീട്ടിലെ മരുമകളല്ലേ, എനിക്കെന്താ അതിന് അർഹതയില്ലേ എന്ന് ചോദിക്കുകയാണ്. മുത്തശ്ശൻ പറയുന്നുണ്ട്, അങ്ങനെയല്ല, ഈ വീട്ടിലെ മൂത്ത മരുമകള് നയനയാണ്, അതുകൊണ്ട് എന്തുകൊണ്ടും നയനയ്ക്ക് തന്നെയാണ് അതിന് അർഹതയുള്ളത് എന്ന് പറയുകയാണ്. ഇപ്പോൾ ആദർശേട്ടൻ ജയിലിലാണല്ലോ കിടക്കുന്നത്, സ്വഭാവം കൊണ്ട് അവർക്ക് അതിനൊരിക്കലും അർഹതയില്ല. അവള് കണ്ടില്ലേ, ആദർശേട്ടൻ്റെ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായിട്ട് നോക്കി വളർത്തുന്ന അവൾക്കാണോ അതിന് അർഹതയുള്ളത് എന്നെല്ലാം ചോദിക്കുകയാണ്. ഇതിൻ്റെ പേരിൽ ഇനി ഒരു വഴക്ക് വേണ്ട, ഇത് ഞാനും മുത്തശ്ശിയും കൂടി തീരുമാനിച്ചിട്ടുള്ള കാര്യമാണ്, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ആർക്ക് വേണമെങ്കിലും ആ ആഭരണം കൊടുക്കാൻ കഴിയും, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നയനമോളെയാണ് ഏറ്റവും
അർഹതയുള്ള ഒരാളായി തോന്നിയത്. അതുകൊണ്ടാണ് നയനമോൾക്ക് അത് കൊടുത്തത്. ഇതിന്റെ പേരിൽ ഇനി ഇവിടെ ഒരു വഴക്കും ഉണ്ടാവാൻ പാടില്ല എന്ന് കർശനമായി തന്നെ പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട് മുത്തശ്ശൻ. നവ്യ ജലജയോട് പറയുന്നുണ്ട്, കണ്ടില്ലേ അമ്മേ, അതും കൊടുത്തത് ആ നയനയ്ക്ക് തന്നെയാ, എനിക്കെന്താ ഇതിനൊന്നും അർഹതയില്ലേ എന്ന് ചോദിക്കുകയാണ്. അത് നിനക്ക് അറിയാവുന്നതല്ലേ മോളെ, ഈ വീട്ടിൽ എപ്പോഴും അവൾക്കാണ് കൂടുതൽ സ്ഥാനമുള്ളതെന്ന്, അതുകൊണ്ടാണ് അവൾക്ക് കൊടുത്തത്. നീ പേടിക്കണ്ട, അത് നമ്മളുടെ കയ്യിൽ തന്നെ വരും, അതിനുള്ള വഴിയെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറയാണ് ജലജ. അമ്മ എന്ത് വഴിയാ കണ്ടിട്ടുള്ളത്? അതെങ്ങാനും ഇനി മോഷ്ടിക്കാനാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ നവ്യ പറയുന്നുണ്ട്, ഇനി അത് മോഷ്ടിച്ചിട്ട് അതിന് നമ്മൾ പോയി ജയിലിൽ കിടക്കേണ്ടി വരും. വെറുതെ വേണ്ടാത്ത ഓരോ കാര്യങ്ങളൊന്നും ചെയ്തു വെക്കണ്ട. പിന്നെ അതായിരിക്കും ഏറ്റവും വലിയ പ്രശ്നമാവാൻ പോകുന്നത്. അബി ഇപ്പോൾ ജയിലിൽ നിന്ന് വന്നിട്ടല്ലേ ഉള്ളൂ. ഇനി പിന്നെയും അവനെ ഈ ജയിലിലേക്ക് പറഞ്ഞയക്കാനുള്ള ഒരവസരവും നമ്മളായിട്ട് ഉണ്ടാക്കണ്ട എന്നെല്ലാം പറയാണ് നവ്യ. അതല്ലാതെ വേറെന്താ വഴിയുള്ളതെന്നാ നീ പറയ് എന്ന് പറയുന്നുണ്ട് ജലജ. അതൊക്കെ ഉണ്ടാമേ, നമുക്ക് നോക്കാം, എങ്ങനെയെങ്കിലും ആ ആഭരണം നമ്മുടെ കയ്യിൽ തന്നെ എത്തിച്ചേരും എന്ന് പറയാണ് നവ്യ. ഇത്രയുമാണ് വരാൻ പോകുന്ന എപ്പിസോഡിൽ നടക്കാൻ പോകുന്നത്. ഈ എപ്പിസോഡിന്റെ ഈ ബാക്കി ഭാഗവുമായി അടുത്ത ദിവസം വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.